ചോദിക്ക്. ചോദിക്കാനൊന്നുമില്ല, കൊടുക്കലാണ്. ചോദിക്കാനുള്ളത് എന്നാ കൊടുക്ക്. എത്ര പറഞ്ഞ് നിങ്ങള് ചോദിച്ചേക്ക് എത്ര പറഞ്ഞു? സ്വകാര്യ കച്ചവടം എത്ര പറഞ്ഞ്? കൊടുക്കാറിന് കോയൽമന്നാ എന്ത് അങ്ങനെ ഒരു കണക്കുണ്ടോ? കായില്ലാത്തവരിപ്പോ ചന്തന്ന് പോത്ത് ഓടിക്കില്ലല്ലോ. എന്തിനാ ഉണ്ടായിരിക്കണം? പോത്ത് മേടിക്കാൻ ചന്ത വരുമ്പോ കായായിട്ടല്ലേ വരുള്ളൂ. ഇവിടുന്ന് വെറുതെ കൊടുക്കില്ലല്ലോ. ഇവിടുന്ന് വെറുതെ കൊടുക്കോ? ചന്തിക്കാനായില്ല, കുറച്ച് കഴിയും. ഇത്ര പറഞ്ഞ് എന്നിട്ട് പല പറഞ്ഞില്ലേ? 6.25. അല്ല 6.25 കുഴപ്പമൊന്നുമില്ല. കോയൽമന്നത്തൊന്നും പോയിന്നുള്ളൂ. ഇന്നത്തെ വാണിയ മറ്റേ കൊള്ളനൂർ ചന്തേട്ടാ അല്ലേ? എന്താ 14,000. 5 ലിറ്റർ പാലിന്റെ കായാണ്. അതെ, 5 ലിറ്റർ പാലിന്റെ കായാണ്. 5 ലിറ്റർ പാലിന്റെ ഗ്യാരണ്ടി. കൈ പിഴിഞ്ഞു നോക്കിയിരുന്നു. അതെ, എത്ര വില പറഞ്ഞു? 5 ലിറ്റർ മര്യാദ വിലക്ക് തരാം. 5 ലിറ്റർ ഗ്യാരണ്ടിയാ? 5 ലിറ്റർ ഒറ്റ കറവ്, 5 ലിറ്റർ പാലുണ്ട്. അതെ, വേണമെങ്കിൽ എടുത്താൽ മതി. ആറേകാല്. 5 ലിറ്റർ കൊണ്ടി കൂടെ ഇതാ കൊണ്ടാണ് വൈകി. പോത്തുകുട്ടി പാല് കുടിക്കണേ ഇല്ല പോയി. പോത്തുകുട്ടി പാല് കുടിക്കണേ. അതെ, 1.5 തന്നെയാണ്. അതിൽ കുറവൊന്നുമില്ല. ആള് വരണേ നമുക്ക് എത്രയാണ്? വല്ലാത്ത ജാതി വരുമ്പോഴല്ലോ എരുമനെ കാണിച്ചു കൊടുക്ക ആൾക്കാർക്ക്. എരുമ മേടിച്ച തന്നെ അതിനെന്താ? അതാണ് മുതല്. അതാണ് ഒറിജിനൽ ജാഫർവാദി അല്ല. പുറമിരുവും ഉണ്ട്, ചന്തിക്കാനും ഉണ്ട്. അതാണ് എരുമ. പോത്താണെങ്കി ഇപ്പൊ എത്രയായി അല്ലേ? ദിശ മാറി. 1.5 ലക്ഷം ചോദിക്കണ്ട എരുമ. 4ന്റെ മേലെ തൂക്കണ്ടാവോ? ഉറപ്പാ? അതെ, 4ന്റെ മേലെ തൂക്കണ്ടാവും പറഞ്ഞു എരുമ. നടക്കാൻ കഴിഞ്ഞാൽ പുറന്നുണ്ട് എടുക്കാം. പുറം ഇരുവുണ്ട്. തോൽക്കാനല്ല. അപ്പൊ ഇറച്ചിണ്ടാവും. പോത്താണെങ്കിൽ 2.5 തന്നെയല്ല, പിന്നെന്താ നോക്കാനുള്ളത്? എന്നിട്ട് കൊടുത്തില്ലേ? അതാ നിക്കണ് മേടിക്കാന്. അതെ, കൊടുക്കല. പോത്തന്നെയാണ്, വനിതാ പോത്താന്നുള്ളൂ. പോത്താണ് വനിതാ പോത്ത്. പോത്തിന് കുഴപ്പമൊന്നുമില്ല, വനിതാ പോത്ത്. ഇല്ല, എവിടുന്നും കിട്ടില്ല. ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ. അതെ, അത് ഇതാവില്ല എന്നുള്ളൂ. എരുമല്ലേ?
ആ പാർട്ടിക്കാർ ചോദിക്കില്ല, നിങ്ങൾ ചോദിച്ചിട്ടേ ചോദിക്കുള്ളൂ. അവർക്കറിയാലോ ഇപ്പൊ. വനിത വനിതാ കുട്ടികള് ഈ ഭാഗത്തൊക്കെ വനിതകളാണ് വന്ന് നിൽക്കുള്ളൂ അല്ലേ? വേറെ ആൾക്കും ഇവിടെ സീറ്റില്ല. പെണ്ണുങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾക്കാണ് സീറ്റുള്ളൂ, വനിതാ പോത്തുകൾക്ക്. ചന്തിക്കാനുണ്ട്. ചില പാടത്ത് കൊണ്ടിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇത് വനിത. ആ എവിടെയായിരുന്നു? എവിടെ എന്താ മൂലയൊക്കെ എടുക്കരുത്? അല്ല കണ്ണും മോറും വല്ലാതെ അയക്കണേ. ഒക്കെ പവറുള്ള മൊയ്തികളാണല്ലോ. ഇന്നൊക്കെ കളർ ചേഞ്ച് ഇങ്ങനത്തെ കളർ കൊണ്ട് എല്ലാവർക്കും പിടിക്കില്ലേ? അതെ നാലും കൊണ്ട് ആർക്കും പിടിക്കില്ല. അപ്പൊ കളറൊന്ന് മാറ്റി പിടിച്ചത് ഇന്ന് കളർ മാറിയിരിക്കണം. കളർ മാറ്റി പിടിച്ചു. എന്ന് ഈ ചോപ്പ് കൊടുന്നിട്ടേ അത് ശരിയല്ലേ? ഡബിൾ കളർ ഇന്ന് കളർ മാറിയിരിക്കണം. അത് കാരണം ആൾക്കാർ കൊണ്ടുപോയും ചെയ്യൂട്ടാ. അതെ 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 ചോദിക്കണ്ടേ. എന്ന് എത്ര കൊടുക്കുന്നുണ്ട്? ഇതാ 10 ഉണ്ട്. 10 അങ്ങോട്ടില്ല? ഇല്ല ഇല്ല, കളറുള്ളത് മാത്രം. ഇന്ന് കളറ്, ഇന്ന് വെറൈറ്റി കളറുള്ളത് മാത്രം. ഇത് ഫുള്ള് കളറുമല. എന്തൊക്കെ വില പറഞ്ഞ് ആ ഭാഗത്തുനിന്ന് എന്താ കൊടുത്തില്ല ആൾക്ക് കൊടുത്തില്ല. എപ്പോഴും നോക്കിയ ആളെ എന്നെ കൊണ്ട് കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോയി നല്ല കുട്ടിയാണ്. അതാ അപ്പൊ മാറി. ആൾക്കാർ നിങ്ങളെ കാട്ടി പാവമാണ് അയാൾ. പിന്നെ ആൾക്കാർ മേടിച്ചോട്ടെ വെച്ചിട്ടാണ് കളറുള്ളത് കൊണ്ട്. അയാൾ മേച്ച് പിടിച്ച് 10 രൂപ ഉണ്ടാക്കണ പാടും നമുക്കറിയാം. എത്ര ഇപ്പൊ എങ്ങനെ കൊടുക്കാം നമുക്ക് കളറുള്ളത്? എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതൊക്കെ വെറൈറ്റി കളർ. അങ്ങക്ക് എവിടുന്നാണ് ഇങ്ങനത്തെ ഒക്കെ തെരഞ്ഞു മേടിക്കുന്ന കളറുള്ളത്? അതെ, കളറുള്ള തെരഞ്ഞു മേടിക്കാണ്. എങ്ങനത്തെ കിട്ടാൻ അത് പറഞ്ഞു കൊടുക്കി. ഞാൻ ഞങ്ങൾ തമ്മിൽ കച്ചവടം ചെയ്താണ്. നിങ്ങളെന്താ അങ്ങനെ വാശി പിടിച്ചാലോ? പൊത്തൊന്നും അവിടെ ഒന്നാണ് കൊടുക്ക്. രാവിലത്തെ കച്ചവട ഒന്നാണ് കൊടുക്കി. ഒന്നാ കൊടുക്കും കൊണ്ടാട്ടെ. ചെക്കന് കൊടുക്കാൻ ആ കൊടുക്ക, 2 കൊടുക്ക്. ചെക്കന തിരിയാണ്. അല്ല ചെറിയ നോക്കണ്ട, 2 കൊടുക്ക്. കൊടുക്ക് കൊടുക്ക്. തിരിഞ്ഞിട്ട് കാര്യമില്ല. അത് 2 മേടിച്ചെന്നാ. ഈ 2 ചോദിക്കണേ. ഏത് 2 വെച്ചിട്ടാ? ഈ 2 നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്ത്? ചെറിയ വ്യത്യാസത്തിലെ പിരിയുന്നത്. നിങ്ങൾ വലിയ വില പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ചെക്കന്മാരെ ഓടിണ്ടാവും. ചെറിയ വ്യത്യാസം. എത്ര വില പറഞ്ഞു? എത്ര വില പറഞ്ഞു? 16 മീന് 13 മീന് കൊണ്ടുപോയിക്കോളും. അതെ, ഞാൻ വരും. ഞാനും കൂട്ടി പറയും. അവിടുന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോ എത്ര? 15, 14 എല്ലാം ഒന്നിച്ച് മൊത്തത്തിലാ വില? എങ്ങനെയായാലും കുഴപ്പമില്ല. അത് കുറയും, ഇത് കൂടും. 17, 16 പറയും. ചന്തയാണ്. അപ്പൊ ചന്തയില് അങ്ങനെ പറയും. നമ്മളെ ആള് വരുന്നുണ്ട്, അതിലൊരു 5-8 കൊടുക്കുക. മൂപ്പർക്കത് പറ്റില്ല. എനിക്കറിയാം. വേണ്ടി ആരെങ്ങനെ എനിക്കറിയാം. വണ്ടി ഓർമ്മണ്ടാ കേറ്റിക്കോളി. ബിസ്മില്ലാ. അതെ അങ്ങോട്ട് വാ. അതെ ഇടുവാ, കൊണ്ടുപോയിക്കോളി. എല്ലാവരും അവിടെ കൊണ്ടുപോയിക്കോ. വിലയും കാര്യങ്ങളും ദാ സേട്ടുനായിട്ട് സംസാരിക്കാം. വിലയും കാര്യങ്ങളും ഇതിലേക്ക് സംസാരിക്കാം. വിളിച്ചോ. എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അയാളൊക്കെ എപ്പോ വായിക്കും. കോഴലും വന്നിട്ട് ഞങ്ങളുടെ കണ്ണിന് വല്ലാത്ത വെച്ചിട്ടേ വേറെ കോയൽമണ്ണം വന്നിട്ട് ചവിട്ടി പൂത്തിന്ന് വേറെ തറുകാർ വെച്ച് പൂസ. ഞാൻ എന്നിട്ട് 2 കന്ന് എത്ര മേടിച്ച്?
അഞ്ചാമത്തെ മേടിച്ചു എന്നിട്ട് ഞാൻ 2 കന്ന് വേറെ ആൾക്ക് മേടിച്ചു വെക്കണില്ലേ അവർക്ക് കൊടുത്തു. അവരും കൂടെ 3000 കൊടുത്തു ലാഭം കൊടുത്ത് മേടിക്കും. ആള് നമ്മളെ കൊടുത്ത ആള് സാറല്ലേ ആളെ കച്ചവടം അങ്ങനെ ചവിട്ടി പൂത്തിയ നിങ്ങളെ ചന്തട്ടിച്ച് ചവിട്ടിയിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? അതാണ് അയാളുടെ സ്വഭാവം. ഇനി ഇതപ്പടെ വേറെ കണ്ടിട്ടാ മൂന്ന് കുട്ടികള്. ഇത് മൂന്ന് കുട്ടികളെന്നല്ലേ? കഴിഞ്ഞ ആഴ്ച പോട്ട് കൊടുത്തല്ലേ, ഒന്നും ആയില്ല. കഴിഞ്ഞ ആഴ്ച മൂന്ന് കുട്ടികളാ. ആ ഇതില് വിടുകയാണല്ലേ അപ്പേ നിങ്ങളാ വിട്ടത് ഇതില്. എന്നിട്ട് അവിടെ ചന്തയില് നിങ്ങളെ നമ്മള് ആ ഇത് 2 മൂരിക്കിട്ട് ആ പയ്യ അത് വയ്യ പയ്യ ഇത് 2 അത് 2 കാളക്കുട്ടി. അപ്പുറം ഇതൊക്കെ എന്താണ് പറയണേ? ഇത് 2 പയ്യ. ആ എത്ര പറഞ്ഞ്? പുടിയും മുതൽ പോട്ടാ പുടിയും ഇതൊക്കെ 2 വൈക്കുട്ടിയുള്ളൂ, ബാക്കിയൊക്കെ മൂന്ന് കുട്ടിയാ. പുടിയും പോട്ടാ പുടിയും. എത്രയാണ്? എത്രക്ക് കൊടുക്കുക നമുക്ക്? ആ അതുകൊണ്ട് ഓത് കാണുമ്പോ മാറുക. 2 കൊടുക്ക്, ഓൻ കഴിച്ചു കൊടുക്ക്. ആ കൊടുക്ക്. ആ ചന്തിക്കാനൊക്കെ ഒന്ന് തൊട്ടോയിക്കോ. ആ തൊട്ട് ആ ഇവ എന്റെ ശിവൻകുട്ടിയെ അറി. വായോ ജി വായോ. ആ ജി നമ്മളെ സബ്സ്ക്രൈബറാ. എന്താ കറുപ്പട്ട രാവിലെ അവിടെ തല്ലൂർന്ന്? കറുപ്പട്ടൻ തല്ലൂർന്ന് എത്ര പറഞ്ഞ മേ കൊടുക്ക്? പിന്നെ ഇവിടെ തന്നെയല്ലേ കിട്ടുക. ആ ഇടക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും കൊണ്ടില്ല. ഞാനിപ്പോ കൊടുക്കണ്ടതിന് കേട്ടോ. നോമ്പിന് മുന്നേ നോമ്പ് വെച്ചിട്ട് ചില്ലറ കിട്ടിയപ്പോ കൊടുത്തു. കൊള്ളന്നൂർ ചന്ത ലൈവാണ്. പജ്ജിയാണ് പജ്ജി കൂടുതലാ. പജ്ജിന് കൂടുതലാണ്. പോത്ത് പറഞ്ഞു പോത്ത് അവിടുന്ന് വിടറില്ല. അത്ര പയ്യനെ വിടണ്. മൂന്നും കൂടി എന്താ ഒരാൾക്ക് കൊടുക്കണ്ടേ? 2 കൂടെ പോരാ? 3 വേണം. അണ്ട് വേറിക്കണോ? 60,000 രൂപ. ഒറ്റടിക്ക് ഒരു 5 രൂപ. 5 ഇട്ടുള്ളൂ. അതിന് വണ്ടി ബസ്സൊക്കെ പോകും. ബസ്സാ? ബസ്സല്ല. നിങ്ങൾ എങ്ങനെ പോയി ഇങ്ങനെ ബസ്സിലാണ്. ബസ് പ്രൈവറ്റ് വിളിച്ചിട്ടാവും പോവുക. വീടിക്ക് വന്നത് പൊട്ടന്മാരാ. 20,000 രൂപ. എന്നാ നിങ്ങൾ അതിന്റെ വില പറഞ്ഞു കൊടുക്കുന്നു? അതിന്റെ യഥാർത്ഥ വില പറഞ്ഞു കൊടുക്കുന്നു? 700 രൂപ വാങ്ങേണ്ട. ആ യഥാർത്ഥ വില പറയേ. നിങ്ങളവിടെ നിൽക്കുന്ന വാക്കാ ചിലപ്പോ പറഞ്ഞു മൂപ്പര്. നിങ്ങളിപ്പോ എണ്ണൊക്കെ പഠിച്ചു ചോദിച്ചില്ല. 18 രൂപ ചോദിച്ചു. എന്റെ മകനൊക്കെ ചോദിച്ചാല് ആ പുറം കിടത്തില്ലേ പാവാണ്.